മൂന്നാമത്തെ എസ്റ്റേറ്റ് എങ്ങനെയാണ് ഫ്രഞ്ചിലെ ഏറ്റവും അല്ലെങ്കിൽ ഫ്രാൻസിലെ ഏറ്റവും വലിയ ഭരണാധികാരികളായി മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ ഇവർ നയിച്ച ആഡംബര ജീവിതവും ധൂർത്തും യുദ്ധങ്ങളും കാരണത്താൽ ഫ്രാൻസിൽ വളരെ വലിയ വരൾച്ചയും അതുപോലെ തന്നെ കൃഷിനാശവും സംഭവിക്കുകയും ഫ്രാൻസ് സാമ്പത്തികമായിട്ട് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്തു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈനികവും നൽകി സഹായിച്ച അതേ ഫ്രാൻസ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കാരണത്താൽ ജനങ്ങൾക്ക് ഭക്ഷണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്താൻ വേണ്ടി, കാരണം ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും മറികടക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് നികുതി വാങ്ങുകയായിരുന്നു അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അപ്പോൾ ഫ്രാൻസിലെ അന്നത്തെ ചക്രവർത്തിയായിട്ടുള്ള 1789 ചക്രവർത്തിയായിട്ടുള്ള ലൂയി 16 അവിടുത്തെ ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ്സ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? എന്താണ് ഇവിടെ കാര്യം? ഇവിടെ ഫ്രാൻസിൽ പുതിയ നികുതി നയം നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചപ്പോൾ ഈ സ്റ്റേറ്റ്സ് ജനറലിൽ ഒരു നിയമം പാസ്സാകണമെങ്കിൽ അവിടെയുള്ള ഈ എസ്റ്റേറ്റുകളുടെ പിന്തുണ ആവശ്യമാണ്. അപ്പോൾ അവിടെ 3 എസ്റ്റേറ്റുകളാണുള്ളത്. അപ്പോൾ ഓരോ വിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന് രാജാവ് പറഞ്ഞു. പക്ഷെ കോമൺസ് എന്നറിയപ്പെട്ട മധ്യവർഗം അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന വിഭാഗമായിട്ടുള്ള മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞു, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടല്ല, ഓരോ എസ്റ്റേറ്റിലെയും അംഗങ്ങൾക്ക് ഓരോ വോട്ടാണ് വേണ്ടത് എന്ന് വാദിച്ചു. രാജാവ് അത് സമ്മതിക്കാൻ തയ്യാറായില്ല. കാരണം ഒന്നാമത്തെ എസ്റ്റേറ്റിൽ 285 രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു നിയമവും കൊണ്ടുവരികയാണെങ്കിൽ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ഓരോ അംഗങ്ങളെയും പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ എസ്റ്റേറ്റ് വിജയിക്കൂ. അന്നേരം ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏത് നിയമം കൊണ്ടുവരുമ്പോഴും ഈ 2 എസ്റ്റേറ്റുകളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ പരാജയപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു തർക്കം നിലനിൽക്കുന്ന സമയത്ത് തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും അവർ ഈ ഒരു സ്റ്റേറ്റ്സ് ജനറൽ നടക്കുന്ന ഈ ഹാളിൻ്റെ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അവർ സമ്മേളിച്ച് ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ തങ്ങൾ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുത്തു. അത് സ്റ്റേറ്റ്സ് ജനറൽ നടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു തർക്കമുണ്ടായപ്പോൾ ഈ തർക്കം കാരണത്താൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആ സ്റ്റേറ്റ്സ് ജനറൽ പങ്കെടുക്കാതെ അവർ അതിൻ്റെ അടുത്തുള്ള സ്റ്റേറ്റ്സ് ജനറൽ നടക്കുന്ന ഹാളിനടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ അവർ ഒരുമിച്ച് കൂടി ഫ്രാൻസിന് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കുന്നത് വരെ തങ്ങൾ ഇവിടെ നിന്ന് പിരിയുകയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. മാത്രമല്ല ഈ ഒരു പ്രഖ്യാപനം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഫ്രാൻസിലുണ്ടായ ചില സംഭവങ്ങളും അതിൻ്റെ ഡേറ്റുകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ ഏറ്റവും വലിയ പ്രതീകമായിട്ടുള്ള ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് നമുക്ക് കണക്കാക്കാനാകും. പിന്നീട് 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. അത് കഴിഞ്ഞ് 1789 തന്നെ ഒക്ടോബർ മാസത്തിൽ പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങി ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായി കൊട്ടാരത്തിലേക്കൊരു പ്രകടനം നടത്തി. അത് കഴിഞ്ഞ് 1792 ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ മാസത്തിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച്
തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനൊരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അന്ന് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുമ്പോൾ ഫ്രാൻസിൻ്റെ ഭരണാധികാരികളായിട്ട് വന്നിരുന്നത് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കോമൺസ് എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിലെ നേതാക്കന്മാരായിരുന്നു ഫ്രാൻസിൻ്റെ ഭരണാധികാരികളായി വന്നത്. ഈ ഒരു സംഭവ വികാസങ്ങളെയാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന പേരിൽ വിളിക്കുന്നത്.